വെൽക്കം ബാക്ക് ടു ഹെലനസീൻ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതിമനോഹരമായൊരു സ്ഥലത്താണ് കേട്ടോ. കക്കയം ഡാമിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് കരിയാത്തൻപാറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. ഒരു മിനി ഊട്ടി എന്നൊക്കെ പറയാം. എന്തൊരു ഭംഗിയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വഴിക്കൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. കക്കയം ഡാമിലേക്ക് വന്നതാണ്. അപ്പം ഞങ്ങൾ വഴിയിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തു പെരുവണ്ണാമൊഴിയിലേക്കുള്ള വഴിയിലാണ്. അപ്പോൾ ഇങ്ങനൊരു സ്ഥലം സ്പോട്ട് വഴിയിൽ കണ്ടപ്പോൾ നമ്മളിറങ്ങി. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. നമ്മൾ ഊട്ടിയിലെ ഫിലിം സിറ്റിയിലെ ഷൂട്ടിങ്ങൊക്കെ ചെയ്യുന്ന അതുപോലെ ഉണ്ട്. നല്ല ലഷ് ഗ്രീൻ മെഡോസൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങട്ടെ കേട്ടോ. ഞങ്ങൾ താമരശ്ശേരിയിൽ നിന്ന് പൂനൂർ വഴി ഉണ്ണികുളം വഴി കക്കയം ഡാമിലേക്കുള്ള വഴിയിലേക്ക് പോയി. പിന്നെ പെരുവണ്ണാമൊഴി ഡാമിലേക്കുള്ള റൂട്ടിൽ കയറിയിട്ട് അതിൻ്റെ ഒരു മിഡ്വേ ആയിട്ടാണ് ഈ സ്ഥലം. എന്തൊരു മനോഹരമായ സ്ഥലം. നമുക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇത് കണ്ടപ്പോൾ. സൈഡിലേക്ക് തിരിഞ്ഞാലും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. എങ്ങോട്ട് ക്യാമറ തിരിച്ചു വെച്ച് കഴിഞ്ഞാലും അടിപൊളി വ്യൂസാണ്. അപ്പോൾ കുറച്ച് കാറ്റിൽ ഗ്രേസിങ് ഏരിയാസ് ഉണ്ട്, ഹോഴ്സസും ഒക്കെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ എന്താ പറയുക, ഒരു ഡാം സൈറ്റിൻ്റെ താഴ്വാരാണത്. കക്കയം ഡാമിൻ്റെ ബേസ്മെൻറ്റ് റീജിയനാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അപ്പോൾ ഈ മലനിരകളും കൂടി വരുന്നതുകൊണ്ട് നല്ല ഭംഗി. അപ്പോൾ ഞാൻ ഇനി കുറച്ച് ഇവിടെയൊക്കെ നടന്ന് എൻജോയ് ചെയ്യട്ടെ. ഒക്കെ ആണെങ്കിൽ ഓടി അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. ഞാൻ പിന്നെ പതുക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാമെന്നുള്ള ഇതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വരേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. അടിപൊളി സ്ഥലം. അപ്പോൾ നല്ല മലനിരകളും നല്ല ഭംഗിയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഭീകരമായ വ്യൂസ്. ഭീകരമല്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂസ്. ഒരുപാട് പിക്നിക് സ്പോട്ടായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു റിവറിൻ്റെ കൈവഴി ഇവിടെ ഉണ്ട്. നമുക്ക് അവിടേക്ക് ഇറങ്ങി നോക്കാം. അപ്പോൾ കാറ്റിൽ ഗ്രേസിങ് ഏരിയ ആണ്. അപ്പം 2 ഹോഴ്സസൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഹോഴ്സസ് നിൽക്കണോണ്ടൊക്കെ നമുക്ക് ശരിക്കും ഒരു ഊട്ടിയിലെ ആ ഒരു ഫീലിംഗ് വരും. ആ ഫിലിം സിറ്റിയിലൊക്കെ ഉള്ള ആ ഒരു ഫീലിംഗ് വരും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോകാനേ തോന്നില്ല. അതാ നമുക്ക് ഈ റിവറിൻ്റെ സൈഡിലൊക്കെ നമ്മൾ സൈഡിലിരിക്കാനും ഒക്കെ ഒരുപാട് കപ്പിൾസും ഫാമിലി ഗെറ്റ് ടുഗദറിനൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. ജസ്റ്റ് വിത്തിൻ 28 കിലോമീറ്റേഴ്സ് വി ഫൗണ്ട് ദി സ്പോട്ട്. എത്ര എടുത്തിട്ടും മതിയാവുന്നില്ല കേട്ടോ. കാരണം ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ നാടൻ ഭൂപ്രകൃതിയുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു വെറൈറ്റി വ്യൂ വരുമ്പോൾ എന്തായാലും നമ്മൾ അറിയാതെ ഇങ്ങനെ നിന്ന് പോകും. അപ്പോൾ അതായിരുന്നു സംഭവം. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും പോയി കാണുക, അവർ എൻജോയ് ചെയ്യുക. പിക്നിക് സ്പോട്ടൊക്കെ ആയിട്ട് ഫാമിലിയുടെ ഒക്കെ കൂടെ പോവുക, അടിച്ച് പൊളിക്കുക. അപ്പോൾ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ നേരമായിരുന്നു. അപ്പോൾ നമ്മൾ മലപ്പുറത്തിൻ്റെ മിനി ഊട്ടി, കോഴിക്കോടിൻ്റെ മിനി ഊട്ടി, പിന്നെ അതുപോലെ തൃശ്ശൂരിൻ്റെ മിനി ഊട്ടിയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോഴിക്കോടുകാരും മിനി ഊട്ടി അല്ലേ കുറച്ചും കൂടി ഭംഗിയുള്ളത്. മലപ്പുറത്തുകാരും തൃശ്ശൂർക്കാരും ഒക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇതാണ് നല്ല ഭംഗിയുള്ളത്. നിങ്ങളൊക്കെ എന്ത് പറയുന്നു? അപ്പോൾ ഇവിടെ വരിക, റിലാക്സ് ചെയ്യുക. അടിപൊളി ആംബിയൻസാണ്. എന്താ പറയേണ്ടത്, നോക്ക് ഏത് ഭാഗത്തേക്ക് തിരിച്ചാലും അടിപൊളിയാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു മിനി ഊട്ടി തന്നെയാണ്. പൈക്കര ഊട്ടിയിൽ നിന്ന് വരുന്ന വഴിക്ക് പൈക്കര ഇല്ല, പൈക്കരയുടെ ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത്. ശരിക്കും നല്ല മലനിരകളും പിന്നെ കാറ്റിൽ ഗ്രേസിങ്ങും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇവിടെ പിക്നിക് സ്പോട്ടായിട്ട്. നമുക്കൊന്നും അറിയില്ല ഇങ്ങനൊരു സ്പോട്ടിൽ. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ഇടാം. അപ്പോൾ എല്ലാവരും വരിക. അപ്പോൾ ഇനി ഞങ്ങൾ പെരുവണ്ണാമൊഴിയിലേക്കുള്ള വഴി എത്രയാണ്. ഇവിടുന്ന് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. അത്രയും ഭംഗിയുള്ള സ്ഥലം. നട്ടുച്ചയ്ക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ നല്ല കാറ്റും ഇരിക്കാനും പിക്നിക്കിനൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ സ്പേസ്. ഞങ്ങൾ യാത്ര തുടരട്ടെ. നമ്മൾ പെരുവണ്ണാമൊഴി ഡാം സൈഡിലെത്തി. ഇതാണ് കുറ്റ്യാടി ഡാം. ഇവിടെയൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ചെറിയ ഗാർഡനൊക്കെ ഉണ്ട്. ആ ഗാർഡനൊന്നും ഓപ്പൺ ആയിട്ടില്ല. പക്ഷേ ഇപ്പുറത്തൊരു ഇക്കോ ടൂറിസം സെൻറ്റർ ഉണ്ട്, അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ആകെ ഒരു കാട് പോലെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു മുതലക്കുളമുണ്ട്. അതിലൊരു മുതലുണ്ടെന്ന് തോന്നുന്നു. ഞാൻ മുതലിനൊന്നും കണ്ടില്ല. അപ്പോൾ ഇവിടെ ആകെ കാട് പിടിച്ചൊക്കെ കിടക്കുന്നുണ്ട്. ശരിക്കും ഒരു കാട്ടിൽ ചെന്ന പ്രതീതിയാണ്. പിന്നെ മെഡിസിനൽ പ്ലാന്റ്സൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും നല്ല അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ കുറ്റ്യാടിപ്പുഴയുടെ സൈഡ് ആ ഓരം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കുളിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ പോകണം, എന്നാലേ രസമുള്ളൂ. നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷെ ഞങ്ങൾ ചെന്ന ടൈമിൽ ആകെ കുറഞ്ഞ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ.
പിന്നെ ഇവിടെ നിങ്ങൾക്ക് കുളിക്കാം, പുഴയിലിറങ്ങി കുളിക്കാം. പിന്നെ അത് ഡാം സൈറ്റിൻ്റെ താഴ്ഭാഗമാണ് അത് കേട്ടോ. അപ്പം അതുപോലെ പിക്നിക് സ്പോട്ടായിട്ട് നല്ലതാണ്. അപ്പോൾ ഇതാണ് ആ മൊത്തത്തിലുള്ള വ്യൂ നോക്കുക. അതിൻ്റെ പുഴയുടെ സൈഡിലുള്ള വ്യൂ അടിപൊളിയാണ്. ഇപ്പം 5-8 മാസമായിട്ട് ക്ലോസ്ഡാണ്. പുഴ കണ്ടപ്പോൾ എനിക്ക് ഇറങ്ങാൻ തോന്നി, പക്ഷേ ഇറങ്ങിയില്ല. കാരണം ഇനിയും തിരിച്ച് യാത്രയല്ലേ, നനഞ്ഞ് കുത്തി പോകണ്ടേ. നല്ല രസമുണ്ട്. ഒരു ഗ്രൂപ്പായിട്ടൊക്കെ പോകണം, എന്നാലും അടിച്ച് പൊളിക്കാം. അപ്പോൾ ഇനി തിരിച്ച് ഇക്കോ ടൂറിസം സെൻറ്ററിൽ നിന്നൊക്കെ പോവാണ് തിരിച്ച്. അപ്പോൾ ഇതാ മുതല കരയ്ക്ക് കയറിയിരിക്കുന്നുണ്ട്. 2 മുതലുണ്ട്. ഒന്നിന് 35 വയസ്സും ഒന്നിന് 25 വയസ്സുമാണ് കേട്ടോ. മുതല വായൊക്കെ തുറന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി തിരിച്ചു പോവാണ്. മുതലുകളൊക്കെ കണ്ട് ഇതൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. തിരിച്ചു പോകട്ടെ. അപ്പോൾ ഇന്ന് തിരുവണ്ണാമലയും കരിയാത്തൻപാറ, എനിക്ക് കൂടുതൽ ഇഷ്ടമായത് കരിയാത്തൻപാറയാണ്. അടിപൊളി ക്ലൈമറ്റും ഊട്ടിയിലെ പോലെയുള്ള ഭൂപ്രകൃതിയൊക്കെ ആയിട്ട്. അപ്പോൾ തിരിച്ച് വണ്ടിയിലേക്ക് പോകാനേ. തിരിച്ചു പോകുന്ന വഴി വീണ്ടും കരിയാത്തൻപാറയിലിറങ്ങി. അപ്പോൾ അത് അവിടെ അതിൻ്റെ ബിഗിനിങ്ങിൽ നല്ലൊരു വെള്ളച്ചാട്ടം അല്ല, ഒരു സ്ട്രീം, തുഷാരഗിരിയൊക്കെ ഉള്ള പോലെ കുടിക്കാം. കുറച്ചും കൂടി സേഫറായിട്ടുള്ള ഏരിയയാണ്. നല്ല ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ വെള്ളത്തിലൊക്കെ കുറച്ച് ഇരുന്നു. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാതിരിക്കാൻ കഴിയില്ല. അതും നല്ല രസമുള്ള നല്ല തെളിനീരും. അതാ ഞാൻ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഡേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ മറന്നുപോയി, എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇതാ വെള്ളത്തിലിറങ്ങി പിന്നെയും കളിക്കുകയാണ്. കുറേ നേരം അവിടെ ഇരുന്നു. അവസാനം നനഞ്ഞിട്ടൊക്കെ തന്നെയാണ് പോയത്. പക്ഷെ നല്ല രസമായിരുന്നു, നല്ല ദിവസമായിരുന്നു. അപ്പോൾ കരിയാത്തൻപാറ അതിന് ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് ഒരു ദിവസം പോകണം, ഒന്ന് പോയിട്ട് അടിച്ച് പൊളിക്കണം. അപ്പോൾ എല്ലാവർക്കും വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വ്ലോഗായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.